ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിൽ ഒരു ട്രിപ്പ് പോകേണ്ടി വന്നു. ചെന്നൈ ട്രിപ്പ്. ഇതേ ഞാനത് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആക്ച്വലി ഈ ട്രിപ്പ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്ന ട്രിപ്പാണ്. ഇത് കണ്ടോ, നമ്മുടെ ഇത്രയും പെട്ടിയും കിടക്കൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കോട്ടയത്ത് നിന്നാണ് ട്രെയിൻ കയറുന്നത്. നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു ഒരു ട്രിപ്പിനൊക്കെ വന്നു കഴിയുമ്പോൾ നിൻ്റെ മൂടൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊണ്ടുവന്ന ട്രിപ്പാണ്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നാലും അതേ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിലും പോകുന്നത് കേട്ടോ. അങ്ങനെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പാണ് കേട്ടോ. ഇതൊരു പാവം കുട്ടി. അതിൻ്റെ പേരെന്തോ അതെന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. കുറേ നേരം തുള്ളി കളിച്ചതിന് ശേഷം നമ്മുടെ ചെക്കൻ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. നമ്മൾ സ്ലീപ്പറാണ് എടുത്തത്. അപ്പം എല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഒരു വൈബ് യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര അടിച്ചു പൊളിച്ച് സ്ലീപ്പറിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നു കേട്ടോ. ഇപ്പോൾ ചെറുക്കനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ തമിഴ്നാട്ടിൽ വന്നപ്പോൾ കണ്ടതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ലോക്കൽ ട്രെയിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ബസ് പോലെ മുട്ടിന് നമുക്ക് ട്രെയിനുണ്ട്. അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങി നമ്മുടെ സ്ഥലത്തോട്ട് പോയാൽ നമ്മൾ ഊബർ ബുക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുണ്ടോ, അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവനതൊക്കെ ഒരു പുതിയ കാര്യമില്ല, ജനിച്ചിട്ട് ലൈക്ക് അവനതൊക്കെ ഒരു ഭയങ്കര ഒരു അതിശയത്തോടു കൂടി കാണുന്നു. കാരണം ഞാനും ചെന്നൈ കണ്ടിട്ടില്ലല്ലോ. ചെന്നൈയിൽ ഇത് എന്തോ വലിയ സംഭവമാണ് കേട്ടോ. എന്തോ കുതിരയൊക്കെ ഉണ്ട്, എനിക്കും അറിയത്തില്ല എന്നാ സംഭവം. ചെന്നൈയിൽ പിന്നെ എൻ്റെ ചെന്നൈ പെയിൻറ്റിങ്സിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ എല്ലാ മനുഷ്യർക്കും തിരക്കാണ്. ഒരു കാര്യമില്ല, എന്നാലും എല്ലാ മനുഷ്യരും ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെ ഞാൻ പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആശുപത്രി. നമ്മുടെ ഇവിടെയൊക്കെ ബേക്കറിയാണ് മുക്കിനെങ്കിൽ അവിടെ ആശുപത്രിയാണ്, ഓരോരോ ആശുപത്രി. അപ്പം നമ്മൾ റൂമിൽ വന്നതിന് ശേഷം ഫ്രണ്ട് ഓടുന്നതാണ് എൻ്റെ ചേച്ചി. സമയം പോയെന്ന് പറഞ്ഞ് അവളുടെ മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മോളാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു കടയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മസാല ദോശ, പിന്നെ ഒരു ജിഞ്ചർ ടീ. അതിന് ശേഷം റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. എൻ്റെ സുന്ദരൻ്റെ ഇന്ന് ബേബി ടേക്കർ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർക്കാനും സങ്കടപ്പെടാനും എനിക്കൊന്നും നേരം കിട്ടാറില്ല. കാരണം അവനത് തരാറില്ല. ഭയങ്കര രസമാണ്. എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നാന്നിപ്പം ചോദിച്ചാൽ എൻ്റെ നെഫ്യൂ ആണ്. കാരണം അവനെ നോക്കുന്നത് തന്നെ നമുക്കൊന്നും സമയം തരാറില്ല അവൻ. അങ്ങനെ നമ്മൾ വീണ്ടും സെക്കൻഡ് റൗണ്ട് കറക്കത്തിനിറങ്ങി. അങ്ങനെ എൻ്റെ ചേച്ചി ഈ ഗ്രീൻ പാർക്കിലാണ് അവൾക്ക് മീറ്റിങ്. തൊട്ടപ്പുറത്ത് തന്നെ മോളാണ്. ഇപ്പോൾ നമ്മൾ മോളിൽ പോവാണ്. ആക്ച്വലി നമ്മുടെ കോട്ടയത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ കൊച്ചി ലുലു മോളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷേ ഈ മോളുണ്ടല്ലോ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നടന്ന് നമ്മുടെ ഉപ്പാട് വരും. എന്തോ ഒരു ഫ്ലോറാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ബ്രാൻഡ്സും കാണുന്നത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുമോ അവിടെ ഞാൻ കണ്ടില്ല. രസമായിരുന്നു. പിന്നെ അവന് എന്നേലും ഒരു ടോയ്സ് മേടിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഏറ്റവും ലോക്കൽ സാധനത്തിന് പോലും സ്റ്റാർട്ടിങ് പ്രൈസ് അവിടെ 600 സോ നമുക്കിതെല്ലാം ഒന്ന് കണ്ട് നടക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടത്. ഹോട്ടൽസൊക്കെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ ഈ മാലയും വളയൊക്കെ, മാലയോട് എനിക്ക് അത്ര താല്പര്യമില്ല, പക്ഷേ കമ്മലിനോട് എനിക്ക് ഇച്ചിരി ക്രൈസുണ്ട്. പക്ഷേ മുടിഞ്ഞ വില കാരണം ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. അതിനുശേഷം നമ്മുടെ കോട്ടയത്ത് ഫൺടൂറ പോലത്തെ ഇങ്ങനെ പ്ലേ സ്റ്റേഷൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസം. പിന്നെ ഇവനത് കളിക്കാൻ പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് അവൻ വാശി പിടിച്ച് കരഞ്ഞൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്ന് പിന്നെ അവൻ കുറച്ച് നേരം നടന്നു. നമ്മൾ മോളൊക്കെ കണ്ട് നടന്നതിന് ശേഷം മോളിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ ഹോട്ടൽ കാണാം കേട്ടോ, ഗ്രീൻ പാർക്ക്. അതിനുശേഷം തൊട്ട് വാതിൽ കയറി ഏതോ ഒരു കട കയറി നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. അവിടുത്തെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, രസമായിരുന്നു. അതിനുശേഷം നമ്മളൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് മേടിച്ച് കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരമായി. നമ്മൾ വീണ്ടും സർക്കിട്ടിൽ ഇറങ്ങി. ശരിക്കും വീണ്ടും നമ്മൾ വൈകിട്ടാകുമ്പോൾ ഭയങ്കര റഷാണ് അവിടെ. വണ്ടി ഇങ്ങനെ തട്ടിട്ട് മുട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ കുറേ തട്ടുകടകളും ഉണ്ട് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് കുറച്ചൊരു സാധനങ്ങൾക്ക് വില കുറവ്. അപ്പോൾ ഇത് പോയ വഴിക്കും റോസ് മിൽക്ക് എന്ന് പറഞ്ഞൊരു കട കണ്ട് കയറിയതാണ്. പക്ഷേ ഈ ഒരു ഗ്ലാസ്സിന് 30 രൂപയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. നമ്മൾ കോട്ടയത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ റൂമിൽ വന്ന ഒരു സ്ലീപ്പറിലാണെങ്കിലും ഉറക്കമൊന്നും ശരിയാകാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ വന്ന പട കിടന്ന് ഉറങ്ങി. ഇരിക്കണ്ടോ, ഫ്രീ മസാജൊക്കെയാണ്. ഇങ്ങനെ പറിച്ചിട്ട് നമ്മൾ കൈ വെച്ച് അങ്ങനെ ഫ്രീ മസാജിനൊക്കെ ശേഷം
കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡേ 2 നമ്മൾ കടന്നു കഴിച്ചു. രാവിലെ തന്നെ ചേച്ചി ഒരുങ്ങി, ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ശരിക്കും നല്ലൊരു രസമായിരുന്നു. അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഫുഡിനൊക്കെ നമ്മുടെ അവിടുത്തെ ചില കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവാണ്, ചിലതിനൊക്കെ വില കൂടുതലാണ്. പിന്നെ അവിടെ പോയിട്ടൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയൊക്കെ നന്നായിട്ട് കിടന്നു, നല്ലൊരു ടെക്സ്ചറിൽ കിടന്നു. കണ്ടോ, ഈ ഒരു ഇഡ്ഡലിക്ക് 20 രൂപയാണ്. നമ്മുടെ അവിടെ ഇഡ്ഡലിക്ക് 20 രൂപയൊന്നും ആരും മേടിക്കുന്നൊന്നുമില്ല. പിന്നെ പൂരിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇച്ചിരി റെസ്റ്റ് എടുത്ത് നമ്മൾ ടി നഗർ എന്ന് പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിലോട്ട് പോകണം. അപ്പം ഞാനിങ്ങനെ അവിടുത്തെ നമ്മുടെ ഹോട്ടലിലെ പുള്ളിയോട് ചോദിച്ചു, ഇവിടെ ലോക്കൽ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞാണ് ടി നഗറിന്. പുള്ളി ഇങ്ങനെ മനസ്സറിഞ്ഞ് ഒരു പ്ലേസൊക്കെ സജസ്റ്റ് ചെയ്ത പോലെ നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ നഗരം അല്ലെങ്കിൽ സിറ്റീസൊക്കെ ആണല്ലോ കുറച്ചൊരു ഭംഗിയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഈ 2 വീലേഴ്സ് നമ്മുടെ അവിടെ കാസൊക്കെയാണ് കൂടുതലെങ്കിൽ ഇവിടെ മുഴുവൻ 2 വീലറിൻ്റെ കളിയാണ്, 2 വീലറുകാരാണ് മുഴുവൻ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെന്നൈ ഫൈൻഡിങ്സിൽ എനിക്ക് തോന്നി ഒരാൾക്ക് എങ്ങോട്ടേലും പോകണേ 1 വേ ആണെങ്കിലും പുള്ളിക്ക് അതൊരു വിഷയമല്ല. നമ്മുടെ അവിടേക്ക് ഒരു 1% ആൾക്കാർ മാത്രമേ റോങ് സൈഡ് കയറി വരത്തുള്ളൂ. ഇവിടെ ഒരു 60% ആൾക്കാരും റോങ് സൈഡ് കയറി വരും. കണ്ടോ, ഇതാണ് ടി നഗർ. എൻ്റെ പൊന്നോ, എന്തായിരുന്നു ഇങ്ങനെ മെട്രോയുടെ അടിയിൽ 2 സൈഡിലും കട, നടുക്കൂടി നമുക്ക് ഇഷ്ടംപോലെ നടക്കാനുള്ള സ്ഥലം. അഫോർഡബിൾ ആവാൻ ചോദിച്ചാൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് മേടിക്കാനൊക്കെ പറ്റുന്ന റേറ്റാണ്. നമുക്ക് പിന്നെ കൺഫ്യൂഷനാവും, എന്ത് മേടിക്കണമെന്ന് കൺഫ്യൂഷനാവും. എൻ്റെ പൊന്നോ, ഞാനവിടെ കണ്ടിട്ടെന്തോ വെകിൽ പിടിച്ച് പിള്ളേരെ പോലെ ഞാനിങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. കുറേ ബാർഗെയിനൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ തരും കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് പോലും എനിക്ക് ഇങ്ങനെ ഏകദേശം ഒരു അന്നത്തെ ദിവസം ഒരു 5 കിലോമീറ്ററോളം നടന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫോണിൻ്റെ കവറാണ്, 50 രൂപ ഏത് കവറിനും. പിന്നെ അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഒരു ദൂമ്പുജാലയുടെ ഫോണൊക്കെ മേടിച്ചിട്ടുണ്ട്. അവൻ വൈബൊക്കെ ചെയ്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ടെത്തി. ഇന്ന് നമ്മൾ തിരിച്ചു വന്ന ദിവസം. അപ്പോൾ വൈകുന്നേരം എൻ്റെ ചേച്ചീൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ മെറീന ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. ഭയങ്കര പ്ലാനിങ് ഒക്കെ കഴിഞ്ഞത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ എപ്പോഴും തിരക്കാണ്. എനിക്കത് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എപ്പോഴും. എന്നിട്ട് നമ്മൾ പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു, കാരണം മെറീന ബീച്ചിൽ പോകാനായിട്ട് ഊബർ കിട്ടിയില്ല. വീണ്ടും നമ്മൾ റോസ് മിൽക്ക് കടയിൽ വന്ന് ഞാനിന്ന് മാംഗോ ആണ് ട്രൈ ചെയ്തത്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസിന് ഉപരി അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ എൻ്റെ ചേച്ചി മോള് കണ്ടില്ലായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും എങ്ങും കറങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മൾ മോളിൽ വന്നു. മോളിൽ നല്ല രസമായിരുന്നു കേട്ടോ. പകൽ കാണുന്നതിലും ഭംഗി ഇച്ചിരും കൂടി എനിക്ക് എടുത്തെറിഞ്ഞ് തോന്നിയത് വൈകിട്ടാണ്. വൈകിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര ലൈറ്റ്സൊക്കെ ആയിട്ട്. ഞങ്ങളുടെ സുന്ദരനാണെങ്കിൽ അവനാണെങ്കിൽ നടക്കാൻ അവനെ വിട്ട പിന്നെ അവനെ പിടിക്കരുത്. അവൻ്റെ കൈയൊക്കെ അവനിന്ന് തട്ടി മാറ്റും. അവൻ അവിടെ ഒരു കെറ്റിൽ കണ്ട്, അവനെന്തെങ്കിലും അത് കണ്ട് അവനത് വേണം. അങ്ങനെ അവിടെ പോയി കെറ്റിലെടുക്കാനുള്ള ഓട്ടം ചാട്ടമാണ് ഈ കാണുന്നത്. ശരിക്കും അത് നടക്കാതെ തുടങ്ങിയതിൽ ഭയങ്കര പിള്ളേർ നടക്കാൻ തുടങ്ങുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടല്ലേ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നു, അപ്പോൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് കണ്ടില്ലായിരുന്നു. ഇവിടെ വന്നു, പക്ഷേ ഒന്നിനും ഇല്ല. ചെന്നൈ ഭയങ്കര വിലക്കുറവാണെന്നാണ് ഞാനും കരുതി. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അവിടെ വലിയ വിലക്കുറവൊന്നും ഇല്ല. നമ്മുടെ ഇവിടെ അതിൽ ഇച്ചിരി കൂടി ബെറ്റർ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. പിന്നെ നമ്മൾ ഈ ചേച്ചി പൊറോട്ട അടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര രസം തോന്നി കേട്ടോ. പിന്നെ അത്രയും തിരക്ക് പിടിച്ചൊരു സിറ്റിയിൽ നടക്കും ഇങ്ങനൊരു പാർക്കുണ്ട്, ശാന്തസുന്ദര ഒരു പാർക്ക്. നല്ല രസമായിരുന്നു. പാർക്കിൽ കയറിയപ്പോൾ എനിക്കും എൻ്റെ പ്രായം കുറഞ്ഞ പോലെ തോന്നി. നല്ല രസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു പാർക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കയറിയിരുന്നാടി. എന്നിലെ ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞ പോലെ, ഒരു 10 വയസ്സ് കുറഞ്ഞ കുഞ്ഞു കൊച്ചിനെ പോലെ ഭയങ്കര രസമായിരുന്നു. കണ്ടോ, ഞാനും ചേച്ചിയും പണ്ട് ഒരുമിച്ച് പാർക്കിലൊക്കെ പോയത് അവൾ 10 പഠിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് വർഷം. ഇത് രസമല്ലേ, സീസോയൊക്കെ കണ്ട്. ഞാനാണെങ്കിൽ അവിടെ ഉള്ള എല്ലാ കളിപ്പാട്ടത്തിലും ട്രൈ ചെയ്തു. നല്ല രസമല്ലേ ഇതൊക്കെ. പിന്നെ അവിടെ ഇങ്ങനെ കോസ്റ്റ് ഒന്നും കൊടുക്കണം, ഫ്രീ ടിക്കറ്റാണ്. അങ്ങനെ പിന്നെ ചെന്നൈയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വീലർ ഊബർ. അത് നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ അത് നല്ലൊരു കോൺസെപ്റ്റാണ്. പിന്നെ അവിടെ എനിക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ട്രാഫിക് ബോധമൊന്നുമില്ല. നമ്മുടെ അവിടത്തേക്കെന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം ബോധമുള്ള മനുഷ്യരാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ചെന്നൈ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഓടി വന്നായിരുന്നു ട്രെയിനിൽ കയറിയത്, കാരണം നമ്മൾ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. ഓടി വന്ന് ട്രെയിനിൽ കയറി. 11 മണിക്കായിരുന്നു ട്രെയിൻ. പിന്നെ സ്ലീപ്പർ ആയിരുന്നുകൊണ്ട് കിടന്നുറങ്ങി. നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്കും പാലക്കാട്. പിന്നെ നമ്മൾ തിരിച്ച് വരാനുള്ള പിന്നെ വീട് കണ്ടാൽ മതി എന്നായിരുന്നു. പിന്നെ ഈ ഒരു 2 ദിവസം നമ്മൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. അവിടുത്തെ ചോറ് എന്തോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ റൈസ് ഐറ്റംസ് ഒന്നും അവിടെ നിന്ന് അങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ കേരളമായപ്പോൾ എനിക്ക് പാലക്കാട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ അടുത്ത് പോലൊന്നുമല്ല, കൃഷിയൊക്കെ ആണെങ്കിലും പോലും ഭയങ്കര അടുക്കും ചിട്ടയോടും കൂടിയായിരുന്നു.
അങ്ങനെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് പുറത്തുനിന്നൊന്നും ആവശ്യമില്ല. ഇത് ഈ ഒരു കുരിപ്പുള്ളതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റാണ് ഇവനുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ അവസാനിക്കാറായി. ചെന്നൈ നല്ലൊരു ഓർമ്മയായിരുന്നു കേട്ടോ. ചെന്നൈ ലൈഫ് 2 ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇതുപോലെ തിരക്ക് പിടിച്ച എൻ്റെ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഭയങ്കര രസമായിരുന്നു. അവിടെ എനിക്ക് ചെന്നൈ ഫൈൻഡിങ്സിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് കാണാൻ പറ്റി, സ്കൂട്ടർ ഊബർ കാണാൻ പറ്റി, 2 വീലർ ഊബറൊക്കെ, അതൊക്കെ ഒരു നല്ല പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓർമ്മയിൽ ഓർത്തിരിക്കാനായിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ചെന്നൈക്ക്. നന്ദി. അങ്ങനെ എൻ്റെ ഈ വ്ലോഗ് തീരാറായി ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.